ഇന്ന് ആണ്ടുവട്ടം 17-ാം ഞായർ. ഇന്ന് ജൂലൈ 28-ാം തീയതി വിശുദ്ധ അൽഫോൻസാമ്മയുടെ തിരുനാൾ. എല്ലാവർക്കും വിശുദ്ധ അൽഫോൻസാമ്മയുടെ തിരുനാൾ മംഗളങ്ങൾ വളരെയധികം സ്നേഹത്തോടെ പ്രാർത്ഥനയോടെ നേർന്നുകൊള്ളുന്നു. ഇന്നത്തെ ഒന്നാം വായന 2 രാജാക്കന്മാരുടെ പുസ്തകത്തിൽ നിന്ന് അധ്യായം 4 വാക്യം 42 മുതൽ 44 വരെ. അപ്പം വർദ്ധിപ്പിക്കുന്നു. രണ്ടാം വായന വിശുദ്ധ പൗലോസ്ലീഹ എഫെസോസ്യർക്ക് എഴുതിയ ലേഖനത്തിൽ നിന്ന് അധ്യായം 4 വാക്യങ്ങൾ 1 മുതൽ 6 വരെ. ഐക്യത്തിന് ആഹ്വാനം. സുവിശേഷം വിശുദ്ധ യോഹന്നാൻ്റേത് അധ്യായം 6 വാക്യം 1 മുതൽ 15 വരെ. അപ്പം വർദ്ധിപ്പിക്കുന്നു. 4 സുവിശേഷങ്ങളും ചിത്രീകരിക്കുന്ന യേശുവിൻ്റെ അത്ഭുതമാണ് അപ്പം വർദ്ധിപ്പിക്കൽ. അതുകൊണ്ട് തന്നെ ഇതൊരു പ്രധാനപ്പെട്ട സംഭവമാണെന്ന് അനുമാനിക്കാവുന്നതാണ്. യോഹന്നാൻ സുവിശേഷകനെ സംബന്ധിച്ച് ഇതൊരു അത്ഭുതമല്ല, മറിച്ച് അടയാളമാണ്. യേശുവിൻ്റെ ദൈവികത വ്യക്തമാക്കുന്നതിനായുള്ള ഒരു അടയാളം. ഉദ്ദേശം ഒന്ന് മാത്രമാണ്. എല്ലാം വിശപ്പിനെയും ശമിപ്പിക്കുന്നവൻ ക്രിസ്തു മാത്രമാണ്. കാരണം അവനാണ് നിത്യജീവൻ. വളരെ ലളിതമാണ് ഇത്തിരി കിട്ടിയതിനെ ഒത്തിരിയാക്കുന്ന ഗുരുനാഥൻ്റെ പ്രവർത്തന രീതി. ഇത്തിരിയോളമുള്ള ആ കുട്ടിയുടെ അപ്പത്തെ സ്വീകരിക്കാൻ കാണിക്കുന്ന മനസ്സാണ് അത്ഭുതത്തിൻ്റെ ആദ്യപടി. എന്നിട്ടവൻ അതിനെ പ്രതി ദൈവത്തിന് നന്ദി അർപ്പിക്കുന്നു. പിന്നീടത് ഭാഗിച്ചു കൊടുക്കുന്നു. ആദ്യമുണ്ടാകേണ്ടത് എളിമയോടെ സ്വീകരിക്കാനുള്ള ഒരു നല്ല മനസ്സാണ്. മുന്നിലുള്ള വലിയ ആവശ്യത്തിനു മുമ്പിൽ നഷ്ടധൈര്യനായി നിൽക്കുന്നതിനേക്കാൾ നല്ലത് മുന്നിൽ വരുന്ന ചെറിയ നന്മകളെ സ്വീകരിക്കാനുള്ള എളിമയാണ്. എളിമയാണ് അത്ഭുതത്തിൻ്റെ ആദ്യപടി. സ്വരൂപിക്കാനായി സ്വീകരിക്കുന്നവന് അത്ഭുതം പ്രവർത്തിക്കാൻ ഒരിക്കലും സാധിക്കില്ല. പക്ഷേ പകർന്നു നൽകാനായി സ്വീകരിക്കുന്നവന് 5000ങ്ങളെ പോറ്റുവാൻ സാധിക്കും. കാരണം അവൻ ദൈവത്തിൻ്റെ കരമാകുകയാണ്. ശരിക്കും പറഞ്ഞാൽ സുവിശേഷം നമ്മോട് പറയുന്നത് അപ്പം വർദ്ധിപ്പിക്കുന്നതിനെ കുറിച്ചല്ല, മറിച്ച് അപ്പം പങ്കുവയ്ക്കുന്നതിനെ കുറിച്ചാണ്. പക്ഷേ ഇത്തിരിയോളമേ ഉള്ളെങ്കിലും അത് പങ്കുവയ്ക്കാനുള്ള മനസ്സ് നമുക്കെല്ലാവർക്കും ദൈവകൃപയാൽ ഉണ്ടെന്ന കാര്യം ഒരിക്കലും മറക്കരുത്. നമുക്ക് മറ്റുള്ളവരുമായിട്ട് പങ്കുവയ്ക്കാനുള്ള ഒരു നല്ല മനസ്സ് എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. നമ്മുടെ അടുത്ത ആവശ്യം കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാൻ സുവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.